See, when you're ready, you can have a baby. ഇന്നത്തെ കാലത്ത് I think that is the most important thing. ചിലർ പറയും എനിക്ക് അതാവണം, ഇത് ചെയ്യണം, കുറെ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട്. ബട്ട് നമ്മൾ എത്ര പ്രിപ്പയർ ആയാലും നമുക്ക് ഒരിക്കലും പ്രിപ്പയർഡ് ആവാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഈ പ്രഗ്നൻസി എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ യൂത്ത് ഒക്കെ അങ്ങനെ ഒരു കൺസെപ്റ്റ് അല്ലെന്ന് തോന്നുന്നു. ഒന്നാമത് തന്നെ കല്യാണം കഴിക്കാനായിട്ട് ഒത്തിരി ആൾക്കാർക്ക് വലിയ താല്പര്യമില്ല. പക്ഷേ കല്യാണം കഴിച്ചാൽ തന്നെ അവർ ഒത്തിരി സമയം ഡിലേ ആക്കുന്നുണ്ട്. ഇപ്പൊ ഒരു 10 വർഷമായിട്ട് നമ്മുടെ കേരളത്തിലെ ഡെലിവറീസ് ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതൊരു സ്റ്റഡി ആണല്ലേ? അല്ല, അത് കൂട്ടാൻ എനിക്കിപ്പോ ആവശ്യമില്ല. പക്ഷേ എന്നെ കൊണ്ട് ഇപ്പൊ രണ്ടേ ആറ്റിറ്റ്യൂഡ്സിലൊക്കെ ഒത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട്. മൊത്തത്തിലുള്ളത് എനിക്കിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ശ്രീനിയുടെ ചോദിച്ചു നോക്കാം, പക്ഷേ തോന്നുന്നില്ല സാർ. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലേ? നിങ്ങളൊക്കെ പ്രസവിക്കുക എന്ന് എനിക്ക് പറയാൻ പറ്റുമോ? അതൊക്കെ അവരവരുടെ ഇഷ്ടമല്ലേ സാർ. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇനി ഡെലിവറി ആവാൻ പോകുന്ന കുട്ടികളോട് എന്ത് പറയാം, ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇതൊക്കെ എന്തും സംഭവിക്കാം. അതാണ് പ്രഗ്നൻസി. ജസ്റ്റ് ഗെറ്റ് പ്രഗ്നന്റ്, അത്രേ ഉള്ളൂ. ആൻഡ് ഐ ഫീൽ ഈച്ച് പ്രഗ്നൻസി ഇസ് ഡിഫറെന്റ്. ഇപ്പൊ നില പോലെ അല്ല നിട്ടാര. Like both the babies were different. Each baby is individual. Each baby individual ആണ്. അവര് sorry sir, even inside the uterus is individual. Yes, അവര് കിക്ക് ചെയ്യുന്ന രീതി വേറെയാണ്. ചിലവർ കൂടുതൽ കിക്ക് ചെയ്യും, ചിലവർ അനങ്ങേ ഇല്ല. അപ്പൊ I think each pregnancy is different. And I feel I wish, only thing I wish was I wish I had a baby when I was little more younger, because I feel I could have run around more, because അങ്ങനെ ഒരു ചെറിയൊരു കാര്യം ഞാൻ ശ്രീനിയുടെ തരുന്നു, കുറച്ചും കൂടി നേരത്തെ വേണമായിരുന്നു. And that's the only thing I tell Srini. ഞങ്ങൾ പ്ലാൻഡ് പ്രഗ്നൻസി ആയിരുന്നു, ബിക്കോസ് ഞാൻ ആ സമയത്ത് I was doing a film, ലൂഡോ എന്നായിട്ട് ഒരു ബോളിവുഡ് മൂവി ചെയ്തുകൊണ്ടിരിക്കുക. അവിടെ ഭയങ്കര കോൺട്രാക്ട് ഒക്കെ ഉണ്ട്. ഇതൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട്, തടി വെക്കരുത്, മുടി വെട്ടരുത്, മുടി കളർ ചെയ്യരുത്, ബിക്കോസ് കണ്ടിന്യൂറ്റി എന്നൊരു സാധനം സിനിമയിലുണ്ട്. സിനിമയ്ക്ക് മുൻപേ, സിനിമ തുടങ്ങിയതിന് ശേഷമാണ് എൻ്റെ കല്യാണം നടന്നത്. സോ after the movie got over, me and Srini, we wanted to have a baby, and ദൈവം ഞങ്ങൾക്ക് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ഭാവന തന്നു. അത് കഴിഞ്ഞ് we wanted one more baby. That's when Nithara happened. So I think Srini and I, we enjoy having babies. Like we love babies, and നമ്മൾ ആ വാവുകളുടെ കൂടെ ഒരു എൻജോയ് ചെയ്ത്, ഞാൻ എൻ്റെ ലൈഫ് അധികം മാറ്റിയില്ല. വാവുകൾക്ക് വേണ്ടി ഞാൻ മാറ്റിയില്ല. ഞാൻ എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ അവരെയും കൊണ്ടുപോകും, ഞാൻ കഴിക്കുന്ന ഫുഡ് അവർ കൂടെ. അങ്ങനെ like I enjoyed my pregnancy. I wore what I wanted to wear, and I did what I wanted to do. And that was the only pressure I felt. Like അതിടരുത്, അത് ചെയ്യരുത്, അങ്ങനത്തെ ഒരു സ്ട്രെസ് ഉണ്ട്. ലൈക്ക് നമ്മുടെ ഡാൻസ് ചെയ്യരുത് എന്നൊക്കെ പറയുന്നത്. അപ്പം ഞാൻ ഡാൻസ് ചെയ്ത് തന്നെ റീൽ ഇടുമായിരുന്നു, ബിക്കോസ് ഐ ഡidn't want people to tell me what to do, because I feel like every mother knows, അവർക്ക് അറിയാം what they can and cannot do. So I think if you're planning to be a parent, first thing നിങ്ങൾ ചെയ്യേണ്ടത്, as a couple, both of you talk to each other. Husband and wife, അവർ രണ്ടുപേരും എടുക്കുന്ന ഒരു ഡിസിഷൻ ആയിരിക്കണം ഒരു വാവ എന്ന് പറയുന്നത്. So I think they should be on the same page. അതുപോലെ മാം ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത്, നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ടുണ്ട് മാമിനോട് ചോദിക്കാൻ പറഞ്ഞിട്ട്. അത്രയും നമ്മൾ ചോദിക്കത്തില്ല, പക്ഷേ ഓക്കെ. അപ്പോൾ മാം, നമ്മൾ നിലയുടെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് നമ്മളൊരു ബ്ലോഗ് കണ്ടിട്ടുണ്ടായിരുന്നു. ആക്ച്വലി കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് അടിച്ചു പൊളിച്ച് 2 ഡെലിവറിക്കും അങ്ങനെയാണ് പോയത്. അപ്പം അവിടെ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സും നേഴ്സൊക്കെ ആയിട്ട് ഭയങ്കര കമ്പനി ആയിരുന്നു, ചില്ലിംഗ് ആയിരുന്നു. സോ ഒരു പ്രഗ്നന്റ് ലേഡിയും ചികിത്സിക്കുന്ന ഡോക്ടറും തമ്മിലുള്ള ബന്ധം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞുതരാമോ? It's the most beautiful. ഞാൻ ഡോക്ടറിനെ ദൈവം പോലെയാണ് ആ സമയത്ത് നമുക്ക് തോന്നുന്നത്. അങ്ങനെയാണ്, ബിക്കോസ് നമുക്ക് ഏറ്റവും സ്ട്രെസ്സും പേടിച്ചിരിക്കുന്ന ഒരു ടൈം, അതായത് ഡെലിവറി ടൈം എന്ന് പറയുന്നത്, വേദനയുണ്ട്, എന്താ സംഭവിക്കുന്നതെന്ന് അറിയില്ല. പക്ഷേ ഡോക്ടറിനെ കാണുമ്പോൾ എന്തോ ഒരു പ്രകാശം വന്നതുപോലെ, ഡോക്ടറെ അത് കുഴപ്പമില്ല, ഭയങ്കര ഒരു കാമായിട്ട് ഡോക്ടർ എന്തെങ്കിലും പറയും. അപ്പം നമുക്ക് തോന്നും ഓക്കെ, അപ്പം എല്ലാം ഓക്കെ ആണല്ലേ. ഡോക്ടറിൻ്റെ വായിന്ന് കേൾക്കാൻ, ഡോക്ടറിനെ കാണാൻ നമ്മൾ ആ സമയത്ത് കൂടുതൽ നഴ്സ് ചേച്ചിമാരായിരിക്കും, അവർ നമ്മളായിട്ട് കൊഞ്ചിക്കും നമ്മളെ, അല്ലേ, നമ്മളെ അടങ്ങി. ഡോക്ടർ വന്നിട്ട് പോവും, ഡോക്ടർ കൊഞ്ചിക്കുന്ന ആ സമയം ആകുമ്പോഴായിരിക്കില്ല, ഞാൻ ഒച്ച ഇടുമ്പോഴായിരിക്കും വരുന്നത്. അപ്പോൾ അതിനുള്ള, പക്ഷേ സിസ്റ്റേഴ്സും അതേ, ഐ ഫീൽ ലൈക്ക് നഴ്സുമാരാവട്ടെ, ഡോക്ടേഴ്സ്, ദേ ഓൾ പ്ലേ, നഴ്സുമാരാണ് കൂടുതൽ ഞാൻ അറ്റാച്ച്ഡ് ആവുന്നത്. ആൻഡ് ഐ തിങ്ക് ദേ ഓൾ പ്ലേ എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ. And irrespective of എൻ്റെ ഫസ്റ്റ് ബേബി ടൈമിലും സെക്കൻഡ് ബേബി ടൈമിലും സെയിം നഴ്സുമാരായിരുന്നു പ്രിറ്റി മച്ച്. അപ്പം എനിക്ക് അവരെ തിരിച്ച് കാണുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇനി ഒന്നും, എനിക്ക് എൻ്റെ തനി സ്വഭാവം ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്നത് അവരാണ്. നമുക്കൊന്നും മറക്കാനില്ല, അല്ലേ? കറക്റ്റ് അല്ലേ? നമ്മുടെ എല്ലാ വീക്ക്നെസ്സും അതേ സമയത്ത് നമ്മുടെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള മൊമെൻറ്റും ആ നഴ്സുമാർ കാണുന്നുണ്ട്. ആസ് എ മദർ, വി ആർ ബിക്കമിങ് എ മദർ. അപ്പം അവർ നമ്മുടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടൈമിൽ നമ്മുടെ കൂടെ നിന്ന ആൾക്കാരാണ്, എക്സ്പീരിയൻസ് ചെയ്ത ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ദേ ആർ ദ മോസ്റ്റ് സ്പെഷ്യൽ പീപ്പിൾ ഫോർ മീ. ബിക്കോസ് നിലുവിനെ ആദ്യമായിട്ട് കുളിപ്പിച്ചത്, ഇപ്പോഴും ഞാൻ ആ ഹോസ്പിറ്റലിൽ വാക്സിനേഷൻ എടുക്കാൻ പോകുമ്പോൾ ഇവരെ പോയി കാണും. ആൻഡ് അതൊരു ഫാമിലിനേലും ബിയോണ്ട് ആയിട്ട് കിടക്കുന്ന ഒരു ബന്ധമാണ്. ദൈവത്തിനോട് തുല്യമായിട്ട് മാലാഖമാരായിട്ട് കാണുന്ന ആൾക്കാരാണ്. എനിക്ക് ശ്രീനി കൂടെ നിന്നത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു, ബിക്കോസ് ശ്രീനി വാസ് വെരി സ്ട്രോങ്. ശ്രീനിനെ ഞാൻ വിചാരിച്ചില്ല അത്രയും സ്ട്രോങ് ആയിട്ട് എൻ്റെ കൂടെ നിൽക്കുന്നു, ബിക്കോസ് ടുവേർഡ്സ് ദി എൻഡ് ഐ ഹാഡ് ഷിവറിങ്, like what do you call that?
പോസ്റ്റ്മോർട്ടം ഷിവറിങ് അത് ഭയങ്കരമായിട്ടാണ്. സോ എനിക്ക് ശ്രീനിക്ക് അത് എന്താണെന്ന് അറിയത്തില്ല. ഞാൻ പറയും ശ്രീനി കൊച്ചിനെ നോക്കിക്കണം, ബിക്കോസ് ഐ ഡോണ്ട് നോ വാട്ട് ഇറ്റ് വാസ് ആൻഡ് ഐ വാസ് സ്റ്റിൽ സ്ട്രോങ് ബട്ട് ഐ ഫെൽ ലൈക്ക് ഐ വാസ് ഷിവറിങ് ടു മച്ച്. അപ്പോൾ ഇത് പിന്നെയാണ് നമ്മൾ അറിയുന്നത് ഇതെല്ലാം മിക്ക അമ്മമാർക്കും വരുന്നൊരു കാര്യമാണ്, പക്ഷെ നമ്മുടെ കൺട്രോളിലല്ല. അപ്പോൾ ശ്രീനി ആ സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു, എടി നമുക്ക് ഇത് ചെയ്യണ്ടേ, നമുക്ക് ഗോവയ്ക്ക് പോകണം, നമുക്ക് ഈ വർഷം ന്യൂ ഇയർ സെലിബ്രേറ്റ് എന്നൊക്കെ വേണ്ടി എവിടെയെങ്കിലും പോകണം, അല്ലെങ്കിൽ ഹീ ജസ്റ്റ് മേക്ക് മീ ഫീൽ സോ കാം ആൻഡ് റിലാക്സ്ഡ്. ആൻഡ് ഐ തിങ്ക് ദാറ്റ് വാസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ മീ. Where the husband is with the lady, always much smoother. Yes. Very smooth. അതെ, എപ്പോഴും അത് ഹസ്ബൻഡും സ്ട്രോങ് ആണെങ്കിൽ. But they usually do manage. യെസ് യെസ്. As long as they don't look at the blood and all, no? ചില ഹസ്ബൻഡ്സ് തലകറങ്ങി വീഴുന്ന വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. അത് അങ്ങോട്ട് നോക്കി. യെസ്. അപ്പൊ ഞാൻ ശ്രീനി തലകറൊക്കെ അറിയില്ല, ശ്രീനി ഞാൻ അങ്ങോട്ട് നോക്കുന്നേ ഇല്ല, ഞാൻ നിന്നെ മാത്രമാണ്. ബിക്കോസ് ദാറ്റ് ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ദേ ഓൾസോ ഷുഡ് ബി സ്ട്രോങ്, ഇല്ലെങ്കിൽ നമുക്ക് അപ്പുറത്തൊരു ബെഡ് ഇടേണ്ടി വരുള്ളൂ. സോ ഐ തിങ്ക് അല്ലടാ. അതെ അതെ മാം. അതുപോലെ തന്നെ നിലയുടെയും നിതാരയുടെയും മമ്മി ആയതിനു ശേഷം ബ്ലോഗ് ഉണ്ട്, പ്രൊഫഷണൽ ലൈഫ് എല്ലാം ഭയങ്കര നീറ്റായിട്ടാണ് ബാലൻസ് ചെയ്യുന്നത്. സോ എങ്ങനെ സാധിക്കുന്നു ഇങ്ങനെ ചെയ്യാനായിട്ട്? 2 കുട്ടികളെ നോക്കണം, ബ്ലോഗ് ചെയ്യണം, ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണം. ഞാൻ അങ്ങനെ സത്യം പറയട്ടെ, ഒന്നും പ്ലാൻ ചെയ്യാത്ത ഒരാളാണ് ഞാൻ. ഐ നെവർ പ്ലാൻ എനിത്തിങ്. ഇപ്പൊ മറ്റന്നാളത്തെ കാര്യം വരെ എനിക്കറിയാം, ബട്ട് ആഫ്റ്റർ ദാറ്റ് ഐ സേ ദർ ഇസ് എ ഡിവൈൻ പ്ലാൻ. ലൈക്ക് ദർ ഇസ് എ പ്ലാൻ ദാറ്റ് ഐ ബിലീവ്. ഞാൻ എൻ്റെ കാര്യം ചെയ്തുകൊണ്ട്, ഇപ്പൊ ഡാഡി എപ്പോഴും പറയും, കർമ്മത്തെ ചെയ് ഫലനൈ ഏർപ്പാരാതെ എന്ന് പറയും. അതായത് നീ നിന്റെ ജോലി ചെയ്, റിസൾട്ട് നീ നോക്കുക വേണ്ട, നിന്റെ ജോലി നീ ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യുക. ആൻഡ് ലിവ് ദിസ് ഡേ ആസ് ബ്യൂട്ടിഫുൾ ആസ് യു ക്യാൻ. ഡോണ്ട് വറി അബൌട്ട് ടുമോറോ. ബിക്കോസ് നമ്മൾക്ക് ആകെ കൺട്രോൾ ഉള്ള ഒരേ ഒരു കാര്യം, പാസ്റ്റ് നമുക്ക് മാറ്റാൻ പറ്റില്ല, ഫ്യൂച്ചർ ഒരു പരിധിക്കപ്പുറം. പക്ഷേ നമുക്ക് ഏറ്റവും കൺട്രോളിലുള്ള ഒരു മൊമെന്റ് ഈ ഒരു മൊമെന്റ് മാത്രമാണ്. സോ ഐ തിങ്ക് ഇന്നത്തെ ഈ ഒരു ഡേ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ജീവിക്കുക. നാളത്തെ കാര്യം ലൈക്ക് ഇറ്റ് വിൽ ഹാപ്പൻ എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. ആൻഡ് മൈ വർക്ക് ഓൾസോ ഇറ്റ് ജസ്റ്റ് കീപ്സ് ഓൺ ഹാപ്പനിങ്, സ്പെഷ്യലി ബിക്കോസ് ശ്രീനി ഇസ് ദർ. ശ്രീനിയും ഞാൻ ഒരുമിച്ചാണ് നമ്മുടെ കമ്പനികളും കാര്യങ്ങളും എല്ലാം ഒരുമിച്ചൊരു ടീമായിട്ടായതുകൊണ്ട് ഇറ്റ്സ് ഈസിയർ ഫോർ us. അതുപോലെ തന്നെ എല്ലാവരും പറയുന്നുണ്ട് ഡെലിവറിക്ക് ശേഷം പേളി കൂടുതൽ സുന്ദരിയായത്. സത്യമല്ലേ? മേക്കപ്പ് കുറേ കൂടുതൽ വാങ്ങിച്ചു, അങ്ങനെയും പറയും. ശരിക്കും അമ്മയായതിനു ശേഷമുള്ള ഫിസിക്കൽ ചേഞ്ചസ് ഏത് രീതിയിലാണ് ഓവർകം ചെയ്യുന്നത്? ഇപ്പം ലാസ്റ്റ് ഓവർകം ചെയ്തിട്ടില്ല, അത് നിങ്ങൾക്ക് തോന്നുകയാണ്. ഞാൻ ഇപ്പോഴും എൻ്റെ പഴയ മറ്റേ ഫസ്റ്റ് ഇട്ടിരുന്ന ഉടുപ്പൊക്കെ ഇപ്പോഴും ഞാനത് ഷോക്കേസിൽ വെച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നോക്കിയിട്ട് ഞാൻ കരയും, ആ ടോപ്പിൽ നോക്കിയിട്ട് ഇത് എന്ന് നമ്മൾ ഒരുമിക്കുന്നത് എനിക്കറിയില്ല, പക്ഷേ എന്തെങ്കിലും ഞാൻ ഒരുമിക്കും എന്ന് വിചാരിച്ചാൽ അന്ന് ഞാൻ കളയാണ്ട് എൻ്റെ കുറേ ഫേവറേറ്റ് ഡ്രസ്സസൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. ബട്ട് ഐ തിങ്ക് ദാറ്റ് അനദർ തിങ് ഇസ് ദിസ് ഇസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഫിസിക്കൽ ചേഞ്ച് ദാറ്റ് എ ഫീമെയിൽ ക്യാൻ ഗോ ത്രൂ. ബിക്കോസ് ഇന്നും ഉറങ്ങാൻ നേരം പിള്ളേർ വയറ്റിൻ്റെ അവിടെയൊക്കെ വന്നിരുന്ന് അടിയോ കളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ പറയും നിങ്ങളുടെ വീടായിരുന്നു അത് എന്ന് പറയും. സോ ഐ തിങ്ക് എനി ചേഞ്ച് ദാറ്റ് ഹാസ് ഹാപ്പൻഡ് ഇസ് ഓൺലി ബിക്കോസ് വി ആർ എ മദർ ആൻഡ് ഐ തിങ്ക് ഐ എംബ്രേസ് ദാറ്റ് ചേഞ്ച്. പോസ്റ്റ് പാർട്ടം അല്ലെങ്കിൽ ആഫ്റ്റർ പ്രഗ്നൻസി ഒരു ഹസ്ബൻഡിന്റെ സപ്പോർട്ട് അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ പ്രസൻസ് എന്തൊരു ഇമ്പോർട്ടൻ്റ് ആണ്? ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. പക്ഷെ അതിന് മുമ്പായിട്ട് ഐ തിങ്ക് വി ഷുഡ് ഹാവ് എ ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പ് വിത്ത് അവർ സെൽഫ്. ഇപ്പം എല്ലാ ഭാര്യമാർക്കും ഉള്ളൊരു പ്രിവിലേജ് അല്ല ഹസ്ബൻഡ് കൂടെ ഉണ്ടാവുക എന്നുള്ള. ചിലർ ഔട്ട്സൈഡ് ജോലിക്കൊക്കെ പോകുന്നവരായിരിക്കും, ചിലവർ ഔട്ട് ഓഫ് സ്റ്റേറ്റ് ആയിരിക്കും, അവരുടെ മാറി നിൽക്കുന്നവരുണ്ടാവും, ചിലർക്ക് ഹസ്ബൻഡ് കൂടെ ഇല്ലാത്തവരുണ്ടാവും അല്ലേ. അപ്പം ആ സമയത്തും നമുക്ക് ഏറ്റവും വലിയ സ്ട്രെങ്ത് ആവേണ്ടത് നമ്മൾ തന്നെയാണ്, നമ്മുടെ ഇന്നർ വോയിസ്. അത് ഈ പ്രഗ്നൻസി ടൈമിൽ നമ്മൾ റെസ്പോൺസിബിൾ ആയിരിക്കണം. നമ്മുടെ തോട്ട്സ്, നമ്മൾ പറയും നമ്മൾ നെഗറ്റീവ് തോട്ട് പോസിറ്റീവ്, ഐ തിങ്ക് കുറച്ചും കൂടി നമ്മൾ റെസ്പോൺസിബിൾ ആയിട്ടുള്ള തിങ്കിങ്ങിലേക്ക് കയറണം. നമ്മൾ കാണുന്ന കോണ്ടന്റ്, ഇപ്പം നമുക്കറിയാം സോഷ്യൽ മീഡിയയുടെ കാര്യം, എല്ലാ ഫിംഗർ ടിപ്സിലാണ് നമുക്ക് ഇൻഫർമേഷൻ ഉള്ളതും എല്ലാം. അപ്പം നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ് നമ്മൾ കൂടുതൽ കൺസ്യൂം ചെയ്യുന്നത്. ഇപ്പം പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ഒരു ലേഡി ആൽക്കഹോൾ കൺസ്യൂം ചെയ്യോ? ഇല്ല. അതേപോലെ തന്നെയാണ് മനസ്സിന് എന്താ പറയുക, മനസ്സിനെ ഡിസ്റ്റർബ് ചെയ്യുന്നതൊന്നും ആ സമയത്ത് പ്രഗ്നന്റ് ലേഡീസ് കാണരുത്. ദേ ഷുഡൻറ്റ് വാച്ച് എനിത്തിങ് വയലന്റ് ഓർ എനിത്തിങ് ദാറ്റ് ഇസ് ടു നെഗറ്റീവ് ബിയോണ്ട് എ പോയിന്റ്. എല്ലാം അറിഞ്ഞിരിക്കണം, പക്ഷേ ഡു നോട്ട് കൺസ്യൂം എനിത്തിങ് ബിക്കോസ് ഇറ്റ്സ് എഫക്റ്റിംഗ് ദ ബേബി, റൈറ്റ്? സോ ഈവൻ ആഫ്റ്റർ ഡെലിവറി ഈ ഒരു tendency to watch that is beautiful, think beautiful thoughts and always keep yourself happy, then ആ സമയത്ത് then we don't need to depend on the husband too much. Then നമ്മൾ സെൽഫ് സഫീഷ്യൻ്റ് ആണ്. ഒരു ഗ്ലാസ്സിൽ വെള്ളം ഇല്ലെങ്കിലാണ് ആ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. നിറഞ്ഞിരിക്കുന്ന ഒരു ഗ്ലാസ് അത് കണ്ടന്റ് ആണ്. സോ ദേ ഡോണ്ട് ഡിപ്പെൻഡ് ഓൺ ദ ഹസ്ബൻഡ് ടു മച്ച്. പക്ഷേ ഹസ്ബൻഡ് ഡെഫിനറ്റ്ലി ദേ ഹാവ് ടു സപ്പോർട്ട് ദെയർ വൈഫ് ബിക്കോസ് ഫിസിക്കലി ഇമോഷണലി ആ സമയത്ത് നമ്മൾ സുന്ദരിയാണ്, നീ ഹാപ്പി ആണോ എന്നൊക്കെ ചോദിക്കാൻ ഒരാൾ കൂടെ ഉള്ളത് ഇസ് ഡെഫിനറ്റ്ലി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഇഫ് എനിബഡി ഈസ് ഗോയിങ് ത്രൂ എ ബാഡ് ടൈം, ആ സമയത്ത് ഡെഫിനറ്റ്ലി ഇറ്റ്സ് ഹസ്ബൻഡ്സ് റോൾ ഐ ഫീൽ ഇസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഡെലിവറി ആയത് രാജഗിരിയിലാണ് കേട്ടിട്ടുണ്ട്. അപ്പോൾ രാജഗിരി ഹോസ്പിറ്റലിലെ ഡെലിവറി ആയത് ആ ഹോസ്പിറ്റലിൽ ചൂസ് ചെയ്യാനുള്ള ഒരു പ്രത്യേക റീസൺസ് വല്ലതും? ആലുവയിലാണ്, ഞങ്ങളുടെ വീടിന് തൊട്ടടുത്താണ്. ഞാൻ പഠിച്ചതും രാജഗിരി സ്കൂളിലാണ്. സോ ഞങ്ങളുടെ ഓസ്റ്റിൻ ഫാദർ എന്നൊരു ഫാദറുണ്ട്. ഓസ്റ്റിൻ ഫാദർ എൻ്റെ 11th 12th തൊട്ട് ഹീസ് ലൈക്ക് മൈ ഓൺ മെൻറ്റോർ പോലെയാണ്.
അപ്പം എനിക്ക് വർക്കിലും എന്തെങ്കിലുമൊക്കെ എനിക്കൊരു ഡിഫിക്കൽട്ട് ടൈം വരും ഞാൻ അച്ഛോ ഇങ്ങനെ ഒരു ഇതുണ്ട് അച്ഛൻ എന്തെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നൊക്കെ പറയുന്ന ഒരു ബന്ധമുണ്ട്. സോ അങ്ങനെയാണ് അച്ഛൻ ത്രൂ ആണ് ഞാൻ അപ്പോൾ അവിടെ ഫെസിലിറ്റിയെ കുറിച്ചൊക്കെ ആദ്യമേ അന്വേഷിക്കുകയും എല്ലാം അന്വേഷിച്ചിരുന്നു. ആൻഡ് ഇറ്റ് വാസ് റിയലി നൈസ്, നല്ലൊരു എക്സ്പീരിയൻസ്. ഒരു റിവ്യൂ കൂടെ കണ്ടിട്ടാണ് പോയത്. ഞാൻ പൈലി ഡോക്ടറിനായിട്ടാണ് പോയത്. അപ്പൊ ഈ അച്ഛനായിട്ട് പരിചയമുണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പം അതിനുശേഷം അതിനു മുമ്പ് ഈ ഹോസ്പിറ്റലിന്റെ റിവ്യൂസ് ഒക്കെ നോക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു? റിവ്യൂ അങ്ങനെ ബിക്കോസ് ഇതൊരു ചികിത്സയല്ലല്ലോ, ഒരു അസുഖമല്ലല്ലോ പ്രഗ്നൻസി. അതുകൊണ്ട് ഐ ഫീൽ ഞാൻ അവിടെ പോയത് അച്ഛൻ പറഞ്ഞു വീട്ടിനടുത്താണ്. ഇപ്പൊ ഒരു പെയിൻ വരുമ്പോൾ നമുക്ക് നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പോകണമെന്നാണല്ലോ നമ്മൾ. പിന്നെ അത് കോവിഡ് ടൈമും ആയിരുന്നു, ഒത്തിരി ഫാക്ടേഴ്സ് അങ്ങനെ നോക്കി. പിന്നെ വീട്ടിനടുത്ത് ഞങ്ങൾ സ്ഥിരം പോകുന്ന ഹോസ്പിറ്റലായിരുന്നു. ആക്ച്വലി ഡു ബോക്സ് ബ്രീത്ത്, ആ ഒരു പെട്ടെന്ന് ആ സ്ട്രെസ് പെട്ടെന്ന് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കെൻ യു ടെൽ ബോധവൽക്കരണം ചെയ്യാൻ പറ്റുമോ ഈ ഒരു പോപ്പുലേഷൻ ഓഫ് മദേഴ്സിന് ബോക്സ് ബ്രീതിങ് ടെക്നിക്കിന്? ഈ സ്ക്വയർ ബ്രീതിങ് എന്ന് പറയുന്നത് ഞാൻ സാധാരണ ഷോസിന് മുമ്പൊക്കെ ചെയ്യുന്ന ഒരു സാധനമാണ്. ബിക്കോസ് ദർ ആർ ടൈംസ് വെൻ യു ആർ സ്ട്രെസ്ഡ് ഔട്ട്. ഇപ്പോൾ ഒരു പെർഫോമൻസിന് വേണ്ടി കയറുന്ന സമയത്ത് ചിലപ്പം എപ്പോഴും നമ്മൾ ഒരേ സ്റ്റേറ്റ് ഓഫ് മൈൻഡിലായിരിക്കണം എന്നില്ല. നമ്മുടെ ലൈഫിൽ പല പല കാര്യങ്ങൾ നടക്കുന്നുണ്ടാവും. സോ സ്റ്റേജിൽ കയറിയാൽ നമുക്ക് ലൈഫിലെ പ്രശ്നങ്ങളൊന്നും പോയി പറയാൻ പറ്റില്ല. അവിടെ നമ്മൾ ഹാപ്പി ആയിരിക്കണം, ഹൈ എനർജി പെർഫോമേഴ്സ് ആയിരിക്കണം. ഇപ്പോൾ ഡോക്ടേഴ്സും അതുപോലെയാണ്. വെൻ ദേ എൻ്റർ ദ ഓപ്പറേഷൻ തിയേറ്റർ they have to leave everything behind. അവരെ ബോധർ ചെയ്യുന്നതല്ല, because they have to focus is very important for them. അതേപോലെ നമുക്കും പെർഫോം ചെയ്യുന്ന സമയത്ത് സ്ക്രിപ്റ്റഡ് അല്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ഫോക്കസ്ഡ് ആണെങ്കിലേ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. സോ ഈ സമയങ്ങളിൽ ചിലപ്പം വെൻ യു ഹാവിങ് എ ബാഡ് ഡേ, വെൻ ഐ വാസ് 20-22 ആ സമയത്തൊക്കെ നമുക്ക് പല പല ചിന്തകളും പ്രശ്നങ്ങളൊക്കെ ഉള്ളപ്പോഴേ ഞാൻ ഡാഡിനെ വിളിക്കും, ഡാഡി വാട്ട് ടു ഡു, എൻ്റെ മനസ്സിൽ എനിക്ക് സ്റ്റേജിൽ കയറാനുള്ള ടെൻഷനാണ്, ഡാഡി ഡു സ്ക്വയർ ബ്രീതിങ്. അപ്പോൾ സ്ക്വയർ ബ്രീതിങ് ഇസ് 4x4x4x4 അങ്ങനെയാണ്. അതായത് ഇൻഹേൽ 4 seconds and hold it for 4 seconds, exhale 4 seconds and അങ്ങനെ സ്ക്വയർ ബ്രീതിങ്. വെൻ യു ഇതൊക്കെ ഗൂഗിൾ ചെയ്താൽ നമുക്ക് കിട്ടുന്ന കാര്യങ്ങളാണ്. I call it a box. ഒരു ബോക്സ് പോലെ ഇരിക്കും. ആൻഡ് ഡു ഇറ്റ് അൺടിൽ യു ഫീൽ ഗുഡ് അബൌട്ട് യുവർ സെൽഫ്, ലൈക്ക് യു ഫീൽ റിലാക്സ്ഡ്. ഇത് എത്ര ചെയ്യണം ചോദിക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് വാട്ട് യു ഡു. ഇത് ഞാൻ ബിഗ് ബോസിലേക്ക് ഇരിക്കുമ്പോൾ കുറേ ചെയ്യുമായിരുന്നു, ബിക്കോസ് ഐ റിയലി നീഡഡ് ഇറ്റ്. ആൻഡ് ദാറ്റ്സ് Thank you.